ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,513 ദിവസമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് ഈ കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാളത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 13 തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 8 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 30 തീയതിയാണ്. ഇന്ന് തിഥി സംഭവിക്കുന്ന അഷ്ടമി തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ അഷ്ടമിയാണ്. രാവിലെ 10 മണി 6 വരെയുള്ള സമയത്താണ് അഷ്ടമി, തുടർന്ന് നവമിയാണ്. നക്ഷത്രം വരുന്നത് തിരുവോണം നക്ഷത്രമാണ്. വൈകിട്ട് 6:33 വരെയുള്ള സമയത്ത് തിരുവോണം, അത് കഴിഞ്ഞിട്ട് അവിട്ടം നക്ഷത്രമാണ്. കരണം വരുന്നത് സിംഹകരണമാണ്. രാവിലെ 10 മണി 6 വരെയുള്ള സമയത്താണ് ഈ സിംഹകരണം വരുന്നത്. നിത്യയോഗം വരുന്നത് ശൂലനാമ നിത്യയോഗമാണ്. അത് രാവിലെ 7:20 വരെയുള്ള സമയത്താണ്. ഞാറ്റുവേല ചോദ്യ ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം വ്യാഴം, ഗുരുവിൻ്റെ അഥവാ വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17 7 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:57 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 40 50 ആണ്. ദിനമാനം പകലിന് ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 1:35 തുടങ്ങി 3 മണി 2 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 9:12 തുടങ്ങി 10:39 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 6:17 തുടങ്ങി 7:15 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യകാലങ്ങളാണ്. ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. അഭിജിത് മുഹൂർത്തം വരുന്നത് രാവിലെ 11:43 തുടങ്ങി 12:05 വരേക്കും, തുടർന്ന് 4 മധ്യം വർജിച്ചിട്ട് 12:09 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്ന മിഥുനക്കൂറുകാർക്കാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൽ കാല്, അതായത് പുണർദത്തിൻ്റെ ആദ്യ പാദം, ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമല്ല. നൂതന കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്രകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് അവർ ഒരുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തിരുവോണം നക്ഷത്രമാണ് ഇന്നത്തെ ദിവസം. പ്രതിഷ്ഠ, അതുപോലെ ഗൃഹനിർമ്മാണം, ഗൃഹപ്രവേശം, ഉപനയനം, എല്ലാ തരത്തിലുള്ള ശാന്തി കർമ്മങ്ങൾ, പൗഷ്ടിക കർമ്മങ്ങൾക്കും ഒക്കെ നല്ലതാണ്. എങ്കിലും ഇന്നത്തെ ദിവസം അഷ്ടമിയാണ്. അഷ്ടമി എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും വർജ്യമായിട്ടുള്ള ദിവസമാണ്. കാര്യങ്ങൾ, അതുപോലെ അസ്ത്രശസ്ത്രധാരണം അവ സംഗ്രഹിക്കുക, യുദ്ധം, അതുപോലെ വാസ്തുകർമ്മം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇന്ന് അഷ്ടമിയാകയാൽ സാധിക്കുന്നത്. മറ്റു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. നമസ്കാരം.